സ്വർണം പണയം വെച്ച് ലോൺ എടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? എന്നാൽ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടിയന്തരമായി പണം ആവശ്യമുള്ളപ്പോൾ പലർക്കും മുന്നിലുള്ള എളുപ്പ വഴികളിൽ ഒന്നാണ് സ്വർണ വായ്പ. വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് വളരെ വേഗത്തിൽ പണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ആകർഷണം. എന്നാൽ തിരിച്ചടവ് കൃത്യമായി നടത്തിയില്ല എങ്കിൽ നമ്മൾ പണയം വെച്ച സ്വർണം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വർണ വായ്പയുടെ ഗുണങ്ങൾ, അപകട സാധ്യതകൾ, വായ്പ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം പറയാം. എന്താണ് സ്വർണ വായ്പ എന്ന് നോക്കാം. സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള സ്വർണ്ണ ആസ്തികൾ പണമായി നൽകി ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന ഒരു സെക്യൂർഡ് ലോൺ ആണ് സ്വർണ വായ്പ. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധാരണയായി ഹ്രസ്വകാല വായ്പയായാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. സ്വർണ വായ്പയുടെ ഏറ്റവും വലിയ നേട്ടം മറ്റു പല വായ്പകളെയും അപേക്ഷിച്ച് വളരെ വേഗത്തിൽ പണം ലഭിക്കുമെന്നതാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്ന രീതിയല്ല ഇത്. കാരണം നിങ്ങളുടെ സ്വർണമാണ് വായ്പയ്ക്ക് ഈടായി നൽകുന്നത്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് ലോൺ എഗ്രിമെന്റ് പൂർത്തിയാക്കിയാൽ യോഗ്യതയനുസരിച്ച് വേഗത്തിൽ പണം ലഭിക്കും. അടിയന്തരമായി പണം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇത് പലർക്കും സഹായകരമായി മാറുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. മറ്റൊരു നേട്ടം വിവിധ തരത്തിലുള്ള തിരിച്ചടവ് രീതികൾ ലഭ്യമാണ് എന്നതാണ്. വായ്പ നൽകുന്ന സ്ഥാപനത്തെ ആശ്രയിച്ച് പലിശ മാത്രം അടയ്ക്കുന്ന രീതിയോ, നിശ്ചിത ഇടവേളകളിൽ തിരിച്ചടയ്ക്കുന്ന രീതിയോ, കാലാവധി പൂർത്തിയാകുമ്പോൾ തുക തിരിച്ചടയ്ക്കുന്ന രീതിയോ ലഭിച്ചേക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വർണ വായ്പയ്ക്ക് പലപ്പോഴും വ്യക്തിഗത വായ്പകളെ അപേക്ഷിച്ച് കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആവശ്യമായ രേഖകളും താരതമ്യേന കുറവായിരിക്കാം. എന്നാൽ ഇതിന് ചില വലിയ റിസ്കുകളുമുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണയം വെച്ച സ്വർണം നഷ്ടപ്പെട്ടേക്കാം. വായ്പ എടുത്ത വ്യക്തി കൃത്യസമയത്ത് തിരിച്ചടവ് നടത്താതിരിക്കുകയോ വായ്പയുടെ കാലാവധി കഴിഞ്ഞിട്ടും അത് പുതുക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ബാധകമായ നിയമങ്ങളും കരാർ വ്യവസ്ഥകളും അനുസരിച്ച് സ്ഥാപനത്തിന് പണയം വെച്ച സ്വർണം ലേലം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് സ്വർണ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണം. അതുപോലെ നമ്മുടെ സ്വർണത്തിന്റെ മുഴുവൻ വിപണി വിലയ്ക്കും തുല്യമായ തുക വായ്പയായി ലഭിക്കണമെന്നില്ല. സ്വർണത്തിന്റെ പരിശുദ്ധി, ഭാരം, അന്നത്തെ വില തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് വായ്പ തുക നിശ്ചയിക്കുന്നത്. കൂടാതെ സ്വർണത്തിന്റെ വിപണി വില മാറിക്കൊണ്ടേയിരിക്കും. അതിനാൽ വായ്പ എടുക്കുന്നതിന് മുൻപ് സ്ഥാപനത്തിന്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി സ്വർണ വായ്പ എവിടെ നിന്ന് എടുക്കണമെന്നത് കൂടി പറയാം. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, NBFC-കൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ സ്വർണ വായ്പ നൽകുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിൽ ചിലപ്പോൾ പലിശ നിരക്ക് താരതമ്യേന കുറവായിരിക്കാം. അതേസമയം NBFC കൂടുതൽ ഫ്ലെക്സിബിൾ ആയ സ്കീമുകളും വേഗത്തിലുള്ള സേവനങ്ങളും നൽകാം. എന്നാൽ പലിശ നിരക്ക് കൂടുതലായിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായി കാണുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ വായ്പ എടുക്കുന്നതിന് പകരം 2-3 സ്ഥാപനങ്ങളുടെ ഓഫറുകൾ താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പലിശ നിരക്ക് എത്രയാണ്, പലിശ മാസത്തിലാണോ വർഷത്തിലാണോ കണക്കാക്കുന്നത്, പ്രോസസിംഗ് ഫീസ് എത്രയാണ്, വൈകിയാൽ പിഴ എത്രയാണ്, പ്രീപേയ്മെന്റ് ചാർജ് ഉണ്ടോ, വായ്പയുടെ കാലാവധി എത്രയാണ്, തിരിച്ചടവ് എങ്ങനെയാണ് നടത്തേണ്ടത്, വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ സ്വർണം ലേലം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ലോൺ എഗ്രിമെന്റിൽ ഒപ്പിടുന്നതിന് മുൻപ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനമായി സ്വർണം പണയം വെക്കുന്നത് വിശ്വാസ്യതയുള്ളതും നിയമപരമായി അംഗീകൃതവുമായ സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കണം. സ്വർണ വായ്പ അടിയന്തര സാഹചര്യത്തിൽ പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്. പക്ഷെ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ വെറും എളുപ്പത്തിൽ പണം ലഭിക്കുന്നുവെന്ന കാരണത്താൽ സ്വർണം പണയം വെക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിലപിടിപ്പുള്ള സ്വർണമാണ്. അതിനാൽ സ്വർണ വായ്പ എടുക്കുന്നതിന് മുൻപ് പലിശ നിരക്കും എല്ലാ ചാർജുകളും തിരിച്ചടവ് വ്യവസ്ഥകളും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.